സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ പ്രവാസികൾക്ക് സംഭവിച്ചെങ്കിൽ ആ വചനം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുമ്പോൾ ഞാൻ പറയുന്നു, ദൈവമുണ്ട്. ഇസ്രായേലിന് അവരുടെ പ്രവാസികൾക്ക് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു മടങ്ങിവരവ് കൊടുത്തെങ്കിൽ, എൻ്റെ സഹോദര സഹോദരി, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ ഒരു തരിമ്പ് പോലും ബാലൻസ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്തൊരു വഴി, ആരും നിങ്ങൾക്ക് വേണ്ടി വിദൂര സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരാൻ ദൈവം മതിയായവനോ. 126 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ബാബേലിലേക്ക് പിടിക്കപ്പെട്ട് അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുപോകപ്പെട്ട ഇസ്രായേൽ ജനം ഇനി ഒരിക്കലും സ്വന്തം നാട്ടിലേക്ക് മടങ്ങി വരില്ല എന്നതായിരുന്നു സകല സാഹചര്യങ്ങളും അവരോട് പറഞ്ഞത്. ഇനി ഒരിക്കലും അവർക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള നിലയിലായിരുന്നു അവരുടെ ജീവിതം ആയിരുന്നത്. കാരണം ആ സൗഭാഗ്യം, ആ സന്തോഷം ഇനി ഒരിക്കലും ആരും അവർക്ക് തിരിച്ചു കൊടുക്കില്ല എന്നവർ ഉറച്ചതായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ കണക്കൂട്ടലുകൾക്കും ധാരണകൾക്കും പൊതുവായിട്ടുള്ള ചിന്താഗതികൾക്കുമൊക്കെ അപ്പുറമായി എന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കൈയുണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. അതുകൊണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ തന്നെ ഓർക്കണം, ചിന്തിച്ചിട്ടില്ലാത്ത, ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒന്ന് ദൈവം എനിക്ക് വേണ്ടി ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മുറിച്ചു കളയരുത്. സിയോന്റെ പ്രവാസികളെ അവരുടെ ചിന്തയ്ക്കും പ്രതീക്ഷയ്ക്കും അപ്പുറമായി ഇസ്രായേലിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു ദൈവം ഇന്നും ജീവനുള്ള ദൈവമായി നമ്മുടെ നടുവിലുണ്ടെന്നുള്ളത് നാം മറക്കരുത്. സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്നാ പറയണേ. എന്താണ് സ്വപ്നത്തിൽ നടക്കുന്നത്? പലപ്പോഴും മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും നിറവേറപ്പെടാത്ത പ്രതീക്ഷകളും അല്ലെങ്കിൽ നിറവേറപ്പെടാത്ത ആഗ്രഹങ്ങളുമൊക്കെയാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ മനസ്സ് തന്നെ മനുഷ്യനൊരു ആശ്വാസം കൊടുക്കുന്നതാണ് സ്വപ്നമായി വരുന്നതെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഒരിക്കലും അത് നടക്കില്ല, ആ കാര്യം അവരുടെ ജീവിതത്തിൽ സംഭവിക്കില്ല. പക്ഷേ മനസ്സിൽ അത്തരം ആഗ്രഹങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആ ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന ഒരു കാഴ്ച അവർ കാണുന്നു, അല്ലെങ്കിൽ അവർ അബോധ മനസ്സിൽ നിന്ന് അവരുടെ ബുദ്ധിമണ്ഡലത്തിലേക്ക് എത്തുന്നു. ആ ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ അതവർക്കൊരു ആശ്വാസമായി മാറുന്നു. പ്രഭാതത്തിലാകുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം തെളിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരുന്നു എന്ന് ചിന്തിച്ച്, എങ്കിലും ആ ഒരു സ്വപ്നം ഒരു നല്ല സ്വപ്നമായിരുന്നു എന്ന് ചിന്തിച്ച് അവർ യാഥാർത്ഥ്യ ലോകത്തിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ലോകത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പൊതുവിൽ അവർ പറയാറുണ്ട്.
മലയാളത്തിലൊരു പാട്ട് തന്നെ അങ്ങനെയുണ്ട്. സ്വപ്നങ്ങൾക്കർത്ഥങ്ങളുണ്ടായിരുന്നെങ്കിൽ സ്വർഗങ്ങളെല്ലാം നമുക്ക് സ്വന്തം എന്ന ഒരു പാട്ടിൻ്റെ വരി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളും കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളായിട്ടാണ് പൊതുവിൽ മനുഷ്യൻ ചിന്തിക്കുന്നതെങ്കിലും വേദപുസ്തകം പറയുന്നു, സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും ധൈര്യമില്ലാത്ത കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ പ്രവാസികൾക്ക് സംഭവിച്ചെങ്കിൽ ആ വചനം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുമ്പോൾ ഞാൻ പറയുന്നു, ദൈവമുണ്ട്. ഇസ്രായേലിന് അവരുടെ പ്രവാസികൾക്ക് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്തൊരു മടങ്ങിവരവ് കൊടുത്തെങ്കിൽ, എൻ്റെ സഹോദര സഹോദരി, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിലും എല്ലാം അസ്തമിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് പ്രതീക്ഷിക്കാൻ ഒരു തരിമ്പ് പോലും ബാലൻസ് ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാത്തൊരു വഴി, ആരും നിങ്ങൾക്ക് വേണ്ടി വിദൂര സ്വപ്നത്തിൽ പോലും ആലോചിക്കാത്ത ഒരു വഴി നിങ്ങൾക്ക് തുറന്നു തരാൻ ദൈവം മതിയായവൻ.